ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരന്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാ. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകവും ഒന്നും ഇല്ലാണ്ടല്ല നീ നിന്റെ അമ്മയുടെ വയറ്റിന്ന് വന്നേ. നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? ചേട്ടോ കൂട്ടിയിട്ടുള്ളോ കേട്ടാ? നീ എന്നെ നീ ബാക്കിയും കൂടെ കൊണ്ടുപോടാ. എനിക്ക് നീ കുറച്ചത് കിട്ടിയത് പോരേന്ന് പറഞ്ഞില്ലേ? നീ ബാക്കിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക് എന്താന്ന് വെച്ചാ. എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ. നീ അന്വേഷിച്ച് പിടിച്ചു വാ. നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എന്റെ വീട് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. നീ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ കയറിക്കോ. സത്യവാമട്ടി കലാമുള്ള സത്യവാമട്ടി വീണ്ടും പോകണമെന്ന് നടയിൽ കൊണ്ടു നിർത്തി വരും. അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാണ് നീ. ഞാൻ ഒരു പടമൊക്കെ എടുത്തിട്ടേ ആഷിക്ക് എനിക്ക് അമ്മയുണ്ടടാ വീട്ടില്. നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറാ. പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത്. എന്താ ആഷിക്ക് ഐസക്ക്? ഓ കണ്ടിട്ട് നീ മാപ്പിളയാൻ പേര് കേട്ടിട്ട് നീ മാപ്പിളയാൻ തോന്നുന്നുണ്ട്. പരിശുമറിയ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തലയെടുക്കണേ കർത്താവേ. ഡെയ്സി ജെന്നി പിടിച്ചടി നിനക്ക്? അയ്യോ ജെന്നി ഞാനൊരു രോഗമായിട്ടാണല്ലോ കണ്ടേക്കണം. ഡെയ്സി ജെന്നി അയ്യോ ജെന്നി രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അത് ഇത്തിരി കടുപ്പമുള്ള ജെന്നി ആയിരിക്കുമല്ലോ. ഭയങ്കര ജെന്നിയാണല്ലോ നിനക്ക്. എന്റെ തറവാടാണ് കലാമണ്ഡലം. പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഡെയ്സിയെ ജെന്നിക്കാരിയെ? നീ ജെന്നി പിടിച്ച് ചാവുള്ളൂടി കേട്ടാ. ബസ്സിൽ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും. നീ അവളുടെ ആളാണ് നീലേ. അയ്യോ ആ മൊട്ടച്ചിയുടെ ആളാണ്. അതറിഞ്ഞില്ല കേട്ടാ ഡെയ്സി. അയ്യോ എന്നാടി ആ പെണ്ണുമ്പിള്ളക്ക് കാറൊക്കെ ഉണ്ടായി.